നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ചെങ്കോട്ട സ്ഫോടനം മുഖ്യപ്രതി ഉമർ താമസിച്ചിരുന്ന വീട് സുരക്ഷാസേന തകർത്തു. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന ഉമർ നബിയുടെ വീട് സുരക്ഷാസേന തകർത്തു. ഉമറും കുടുംബവും താമസിച്ചിരുന്ന ജമ്മു കാശ്മീരിലെ പുൽവാമയിലെ വീടാണ് സൈന്യം തകർത്തത്. അന്വേഷണത്തിന്റെ ഭാഗമായാണ് IED ഉപയോഗിച്ച് വീട് തകർത്തതെന്ന് സുരക്ഷാസേന നൽകിയ വിശദീകരണത്തിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണം ഇന്നു മുതൽ. സംസ്ഥാനത്ത് ഡിസംബർ 9, 11 തീയതികളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്നിറങ്ങും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. രാവിലെ 11 മണി മുതൽ പത്രിക സ്വീകരിച്ചു തുടങ്ങും. 21-ന് ഉച്ചകഴിഞ്ഞ് 3 മണിവരെ പത്രികാ സമർപ്പണം തുടരും. പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ BJP നേതാവ് K. പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി. പ്രതിക്കെതിരെ ബലാത്സംഗം, പോക്സോ കുറ്റങ്ങൾ തെളിഞ്ഞു. കേസിൽ തലശ്ശേരി പോക്സോ പ്രത്യേക കോടതി നാളെ ശിക്ഷ വിധിക്കും. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെതിരെ രൂക്ഷ പ്രതികരണവുമായി മുതിർന്ന നേതാവ് MM ഹസൻ രംഗത്ത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും തരൂർ ഒഴിയണമെന്നും നെഹ്റു കുടുംബത്തിന്റെ ഔദാര്യത്തിലാണ് തരൂർ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നും ഹസൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ച ശിവപ്രിയയ്ക്ക് അണുബാധ ഉണ്ടായത് ആശുപത്രിയിൽ നിന്ന് അല്ലെന്ന് പ്രാഥമിക നിഗമനം. ലേബർ റൂമിലും പ്രസവാനന്തര ശുശ്രൂഷ നൽകുന്ന ഇടങ്ങളിലും അണുബാധയുണ്ടാകുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയില്ല. ഒരാഴ്ച മുൻപ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ട് വിദഗ്ധ സമിതി ഇന്ന് സമർപ്പിക്കും. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.